പ്രതിഷേധിച്ചിട്ടുള്ളത്. അവിടെ നിലവിൽ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയം ഈ രീതിയിൽ ഈ എസ്എഫ്ഐയുടെ പ്രതിഷേധം ഏത് രീതിയിൽ ഈ പ്രതിഷേധ പ്രകടനം വലിയ അതിരോഷകുലമായ മുദ്രാവാക്യങ്ങളാണ് ഗവർണർക്കെതിരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുദ്രാവാക്യത്തിന്റെ ചൂടനുസരിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് അവർ പോവുകയാണെങ്കിൽ ഇപ്പോഴുള്ള പോലീസിന് അതിനെ തടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. ഏതായാലും ബാരിക്കേഡില്ല ഇവിടെ. ഈ പോലീസിന്റെ മുഖാമുഖം ഇപ്പോൾ എസ്എഫ്ഐ എത്തിയിരിക്കുകയാണ്. നേതാക്കൾ അവരോട് ആർഷോ എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ആർഷോ മുന്നിൽ നിന്ന് അയക്കുകയാണ്. ആർഷോ അവരോട് പോലീസിന്റെ ഈ സാന്നിധ്യത്തിന് അടുത്തെത്തിയിരിക്കുന്ന ഇവർ അവരോട് അവിടെ നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട്. തൽക്കാലത്തേക്ക് എസ്എഫ്ഐ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളുമായി ഇവിടെ നിൽക്കുകയാണ്. അതായത് മണിക്കൂറുകളായി ഇപ്പോൾ എസ്എഫ്ഐ കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിനകത്ത് മുദ്രാവാക്യം വിളികളുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി അവർ ഈ നിയന്ത്രണങ്ങൾ മറികടന്ന് ഗവർണർക്കെതിരെ കരിങ്കൊടിയുമായി പ്രതിഷേധിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് പോലീസിന് തടുക്കാൻ കഴിയുന്ന സാഹചര്യം പോലീസിന്റെ അംഗബലവും ബാരിക്കേഡും ഉപയോഗിച്ച് തടുക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ക്യാമ്പസിനകത്തോടുകൂടി മറ്റൊരു വഴിയിലൂടെ അവർ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ പോലീസിന്റെ സാന്നിധ്യം പോലീസിന് മുമ്പാകെ അവർ ഇപ്പോൾ അതിനു മുമ്പ് ഇരുന്നിരിക്കുകയാണ്. പോലീസ് അവരെ തടയാൻ അല്ലെങ്കിൽ അത് മറികടന്ന് മുന്നോട്ട് പോകാനാണ് എസ്എഫ്ഐ പ്രവർത്തകർ തീരുമാനിച്ചിരുന്നതെങ്കിൽ അത് തടയാനുള്ള പോലീസ് ഇവിടെ ഉണ്ടായിരുന്നില്ല. തൽക്കാലം അത്തരമൊരു ശ്രമത്തിലേക്ക് എസ്എഫ്ഐ നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ തടവേദന പോലീസിന് ഇപ്പോൾ അംഗബലവും ബാരിക്കേഡും ഉപയോഗിച്ച് തടുക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ക്യാമ്പസിനകത്തോടുകൂടി മറ്റൊരു വഴിയിലൂടെ അവർ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ പോലീസിന്റെ സാന്നിധ്യം പോലീസിന് മുമ്പാകെ അവർ ഇപ്പോൾ അതിനു മുമ്പ് ഇരുന്നിരിക്കുകയാണ്. പോലീസ് അവരെ തടയാൻ അല്ലെങ്കിൽ അത് മറികടന്ന് മുന്നോട്ട് പോകാനാണ് എസ്എഫ്ഐ പ്രവർത്തകർ തീരുമാനിച്ചിരുന്നതെങ്കിൽ അത് തടയാനുള്ള പോലീസ് ഇവിടെ ഉണ്ടായിരുന്നില്ല. തൽക്കാലം അത്തരമൊരു ശ്രമത്തിലേക്ക് എസ്എഫ്ഐ നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ തലവേദന പോലീസിന് ഇപ്പോൾ ഒഴിവായിട്ടുണ്ട്. പോലീസിന് മുമ്പാകെ ഇരുന്നുകൊണ്ട് എസ്എഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. കരിങ്കൊടി ഉൾപ്പെടെയുള്ളവർ അവരുടെ കയ്യിലുണ്ട്. ഗവർണർ ഈ സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കുന്ന ഗവർണർ കേരളം വിട്ടുപോകുക, രാജിവെച്ചു പോകുക തുടങ്ങി അതിരൂക്ഷമായ മുദ്രാവാക്യമാണ് എസ്എഫ്ഐ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ക്യാമ്പസിൽ പല സമയങ്ങളിലായി എസ്എഫ്ഐ ആഹ്വാനം ചെയ്യുന്ന മുറക്ക് ആളുകൾ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടി സംഘടിതമായ പ്രക്ഷോഭം. ഷഹീദ്, ഇതിപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആ കവാടം കടന്ന് അവിടുത്തെ ദേശീയപാതയിലേക്കാണോ, അവിടെയാണോ ഈ എസ്എഫ്ഐ പ്രവർത്തകർ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നത്? എസ്എഫ്ഐ പ്രവർത്തകർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നു. എന്നാൽ പിന്നോട്ടില്ലെന്നുള്ള നിലപാടിലാണ് ഗവർണറും. വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് കാലിക്കറ്റ് സർവകലാശാല കടക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ പ്രതിഷേധത്തിനെതിരെയുള്ള ഗവർണറുടെ പ്രതികരണവും നമ്മൾ അല്പം മുൻപ് കേട്ടു. മുഖ്യമന്ത്രിയാണ് ഈ പ്രതിഷേധക്കാർക്ക് ഊർജ്ജം നൽകുന്നത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഗവർണർ അല്പം മുൻപ് നടത്തിയത്. ഇതിലേക്ക് തന്നെ